പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല രാത്രി. എബനേസർ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തപ്പോൾ ഈ പ്രവർത്തനത്തിൽ സംഘാടകരായിരിക്കുന്ന ബഹുമാനി ദേവദാസന്മാരോടും കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ നന്ദിയും വന്ദനവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഈ സന്ധ്യയിലെ ശുശ്രൂഷയ്ക്കായി വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 127 സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം കാണുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും അധികാലത്ത് എഴുന്നേൽക്കുന്നതും കഠിന പ്രജ്ഞ ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 127 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ മനുഷ്യൻ്റെ പ്രയത്നം, കഠിനമായിരിക്കുന്ന വേല, അവൻ്റെ ഉപജീവന മാർഗത്തിനായുള്ള അവൻ്റെ ജാഗ്രതയിലുള്ള ഓട്ടം, ഇതൊക്കെ അവിടെ നാം കാണുന്നുണ്ട്. കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമാണെന്നും ദൈവവചനം പഠിപ്പിക്കുന്നു. എന്നാൽ അതിൻ്റെ അവസാന 3-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം എങ്ങനെയാണ് പറയുന്നത്? തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഈ രാത്രിയിൽ ദൈവം തൻ്റെ ഭക്തന്മാർക്കായി ഉറക്കത്തിൽ കൊടുക്കുന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവവചനത്തിലൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്: തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ദൈവം ഉറക്കത്തിൽ തരുന്നതായിരിക്കുന്ന ചില അനുഗ്രഹങ്ങളും നന്മകളും. ഒന്നാമതായിട്ടിവിടെ വായിക്കപ്പെടുന്നത് ദൈവം തൻ്റെ ഭക്തന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം സ്വന്തം മകനിൽ നിന്നും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി യാചിക്കുന്ന ഒരപ്പനെ നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. വയസ്സായി, കണ്ണുമങ്ങി, ഒന്നും കാണുവാനും കേൾക്കുവാനും കഴിയാതിരിക്കുന്നതായിരിക്കുന്ന ഒരപ്പൻ തൻ്റെ ഒരാഗ്രഹം തൻ്റെ മൂത്ത മകനോട് പങ്കുവയ്ക്കുകയാണ്. മകനെ, എനിക്ക് നന്നാ വിശക്കുന്നു. നീ നിൻ്റെ ജോലി വനാന്തരങ്ങളിൽ വേട്ടയാടി, മൃഗങ്ങളെ വേട്ടയാടി അതിൻ്റെ മാംസം ശേഖരിക്കുന്ന ഒരു ജോലിയാണ്. അവിടെ നീ വേട്ടയാടാൻ പോകുമ്പോൾ വിധിക്കപ്പെടുന്നതായിരിക്കുന്ന മൃഗങ്ങളിൽ ഒന്നിനെ എടുത്ത് എനിക്ക് നല്ലൊരു യാഗമായി അല്ലെങ്കിൽ ഒരു ഭക്ഷണം എനിക്ക് ഒരുക്കി കൊണ്ടുവരണം എന്ന് പറയുവാനിടയായി. ആ പിതാവിൻ്റെ ആഗ്രഹം സാധിപ്പിക്കുവാൻ, തൻ്റെ അപ്പൻ തന്നോട് പറഞ്ഞ ആഗ്രഹം സാധിപ്പിക്കുവാൻ താൻ തൻ്റെ വേട്ടയ്ക്കുള്ളതായിരിക്കുന്ന ഉപകരണവുമായി വനാന്തരത്തിലേക്ക് പോയി. വേട്ടയാടി കിട്ടുന്ന മൃഗത്തെ കൊണ്ടുവന്ന് സൂപ്പ് വെച്ചോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയോ നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി അപ്പന് കൊടുക്കുക എന്നുള്ളത് തൻ്റെ ആഗ്രഹവും ആവശ്യവുമായിരിക്കാൻ താൻ അതിനുവേണ്ടി വനാന്തരത്തിൽ കടന്നുപോയി. എന്നാൽ താൻ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ തൻ്റെ മാതാവ് ഭവനത്തിലുണ്ട്. മൂത്ത മകനെ വിളിച്ച് പിതാവ് ഈ പറഞ്ഞതായ കാര്യം ഈ അമ്മ കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഇടയായിത്തീർന്നു. ഇത് കേട്ട അമ്മ മൂത്ത മകൻ പോയ നേരം കൊണ്ട് ഇളയ മകനെ അടുത്ത് വിളിച്ചു വരുത്തി അവനോട്, മകനെ, നിന്റെ ജ്യേഷ്ഠൻ വേട്ടയാടി മൃഗങ്ങളെ നേടുവാൻ പോയിരിക്കുന്നു. അവൻ വേട്ടയാടി മൃഗത്തെ കിട്ടിയാൽ നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി അപ്പന് കൊടുത്താൽ അപ്പൻ്റെ അനുഗ്രഹം അവന് വരും. എന്നാൽ നിനക്ക് അപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാതിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. നീ എത്രയും പെട്ടെന്ന് നിൻ്റെ ആടുകളിൽ ശ്രേഷ്ഠമായതൊന്നിനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ. ഞാനതിനെ
പാകം ചെയ്ത് നിനക്ക് വേണ്ടി തരാം എന്ന് പറയുന്ന ഒരു സാഹചര്യം. ദൈവത്തിന് സ്തോത്രം. ഈ വാക്ക് കേട്ട ഉടനെ ഇളയ മകൻ തൻ്റെ ആടുകളിൽ ഒന്നിനെ നേത്തരം അത് ശ്രേഷ്ഠമാണെന്ന് എടുത്തുകൊണ്ട് അമ്മയുടെ കൈവശം കൊടുക്കുന്നു. അമ്മ അതിനെ മനോഹരമായ രുചികരമായിരിക്കുന്ന അപ്പൻ്റെ ഇംഗിതത്തിനനുസരിച്ചുള്ള ഭക്ഷണം പാകം ചെയ്ത് മകൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. മൂത്ത മകൻ വേട്ടയാടാൻ പോയി മടങ്ങി വരുമ്പോൾ കണ്ണ് കാണാൻ പറ്റില്ലെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു മാർഗം അപ്പനുണ്ട്. എന്തെന്നാൽ മൂത്ത മകൻ്റെ ദേഹമാസകല രോമമുള്ളതാണ്. രോമമുള്ളവൻ്റെ ശരീരത്തിൽ തപ്പി നോക്കുമ്പോൾ മൂത്ത മകനാണോ ഇളയ മകനാണോ എന്ന് അറിയാൻ കഴിയും. എന്നാൽ ഇളയ മകൻ്റെ ശരീരത്തിൽ രോമമില്ല. മൂത്ത മകൻ അല്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും. ഇത് മനസ്സിലാക്കി അമ്മ എന്ത് ചെയ്തു? മനോഹരമായ രുചികരമായിരിക്കുന്ന ഭക്ഷണമുണ്ടാക്കി അപ്പൻ്റെ അടുക്കൽ കൊടുത്ത് വിടുമ്പോൾ തന്നെ അറുത്ത ആടിൻ്റെ തോലും ഇളയ മകൻ്റെ മേൽ ചുറ്റി ജ്യേഷ്ഠ സഹോദരൻ്റെ ശരീരം പോലുള്ള ശരീരമാക്കി അപ്പൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നു. അപ്പനത് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ച് ഇളയ മകനെ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിച്ചു പറഞ്ഞു വിടുമ്പോൾ അപ്പനൊരു ഡാബത്ത് ശബ്ദം യാക്കോബിൻ്റെയും ശരീരം യേശാവിൻ്റെ ആണെന്നൊരു സംശയം. എങ്കിലും രുചികരമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതുകൊണ്ട് അവൻ അതിനെ ഭക്ഷിച്ച് പാനം ചെയ്ത് മകനെ അനുഗ്രഹിപ്പാനിടയായിത്തീർന്നു. ഇങ്ങനെ ജ്യേഷ്ഠൻ്റെ മേൽ വീഴേണ്ട അനുഗ്രഹം അമ്മയുടെ ഒത്താശയോട് കൂടി ഇളയ മകൻ നേടിയെടുക്കുകയും ആ അനുഗ്രഹം കിട്ടിയ മകനെ നേരെ അമ്മയുടെ സഹോദരനായിരിക്കുന്ന ലാബാൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കും. മോനെ, നീ ഇനി ഇവിടെ നിൽക്കണ്ട. നിന്റെ സഹോദരൻ വരുമ്പോൾ അവൻ്റെ അനുഗ്രഹം നീ തട്ടിയെടുത്തെന്ന് അറിയുമ്പോൾ അവൻ നിന്നെ കൊല്ലുവാനോ നിന്നെ ഉപദ്രവിക്കുവാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അമ്മാവൻ്റെ ഭവനത്തിലേക്ക് പോയിക്കോളാൻ പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അമ്മയുടെ ആലോചന പ്രകാരം പദ്ധനരാമിലുള്ളതായിരിക്കുന്ന തൻ്റെ അമ്മാവൻ്റെ ഭവനത്തിലേക്ക് താൻ കടന്നു പോകുമ്പോൾ ആ യാത്രയിൽ ബേർഷേബ മരുഭൂമിയിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ഉടനെ തന്നെ ഒരു കല്ലെടുത്ത് തലയണിയായി വെച്ച് ആ മരുഭൂമിയിൽ അവൻ കിടന്നുറങ്ങി. രാത്രി നല്ല ഉറക്കത്തിൽ ദൈവമായ കർത്താവ് അവനൊരു ദർശനം നൽകി, അല്ലെങ്കിൽ ഒരു സ്വപ്നം നൽകി. ഭൂമിയിൽ നിന്ന് ആകാശത്തോളം എത്തുന്ന ഒരു ഗോവണി, അതിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ തലയ്ക്കലായി യഹോവ നിന്നുകൊണ്ട് യാക്കോബ് എന്ന ഈ ഭക്തനോട് ദൈവം സംസാരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം ഒരുവനിലേക്ക് വരുവാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം അനുഗ്രഹിച്ചവൻ ഓരോ പടി അവൻ അനുഗ്രഹത്തിലേക്ക് ഉയർച്ചയിലേക്കും വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ അമ്മ ഈ മക്കളെ രണ്ടുപേരെയും ഒരേ സമയത്ത് ഗർഭം ധരിക്കുന്നു. പ്രസവ സമയമായപ്പോൾ അമ്മയ്ക്ക് വളരെ പ്രശ്നങ്ങളും വേദനകളും നേരിടുന്നു. എന്നാൽ ആര് പുറത്തു വരുമെന്നുള്ള ഒരു മത്സരം അമ്മയുടെ ഉദരത്തിലേക്ക് തന്നെ ഉണ്ടായതായിട്ട് നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒടുവിലായി മൂത്ത മകനായ ഏശാവ് പുറത്തു വന്നു. അത് കഴിഞ്ഞ് യാക്കോബും പുറത്തു വന്നു. അല്പനേരം കൊണ്ട് മാത്രം ഒരു വ്യത്യാസമുള്ള ഈ സഹോദരന്മാരുടെ ഇടയിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആര് ദൈവാനുഗ്രഹമുള്ളവനെന്നും ആര് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സാധ്യതയില്ലാത്തവനെന്നും വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാടും ദർശനവും ആലോചനയും സ്വന്തം മാതാവിനോട് ദൈവം അരുളി ചെയ്തിരുന്നു. മക്കൾ രണ്ടുപേരും ഉള്ളിൽ വളരെയധികം തിക്കിത്തിരക്കി. മാതാവിന് പ്രസവം ഒരു അസഖ്യമായി വന്നപ്പോൾ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നവളാണ്. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം കൊടുത്ത അരുളപ്പാടാണ്, നിന്റെ ഉദരത്തിൽ നിന്നും 2 വംശങ്ങൾ പിറക്കും. 2 മക്കളെന്ന് പറഞ്ഞില്ല, 2 കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞില്ല, 2 സന്തതി എന്ന് പറഞ്ഞില്ല. നിന്റെ ഉദരത്തിൽ നിന്നും 2 വംശങ്ങൾ പിറക്കുമെന്നാണ് പറഞ്ഞത്.
അതിൽ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നും കൂടി ഒരു അരുളപ്പാട് കിട്ടി. അപ്പോൾ പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് ദൈവം കൊടുത്ത ഒരു അരുളപ്പാടാണ് മൂത്തവൻ ഇളയവനെ സേവിക്കും. അങ്ങനെയെങ്കിൽ ഈ രണ്ടു മക്കളിൽ ശ്രേഷ്ഠൻ ആരാണ്, ദൈവം അനുഗ്രഹിച്ചവൻ ആരാണ് എന്നുള്ള അരുളപ്പാട് കിട്ടിയ അമ്മ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാത്തൊരുവനും ഭൂമിയിലുള്ള അനുഗ്രഹം ലഭിച്ചാൽ ആ അനുഗ്രഹം നിലനിൽക്കത്തില്ല. ദൈവാനുഗ്രഹം ഇല്ലാത്തൊരു വ്യക്തിക്കും തൻ്റെ ഭൂമിയിലെ അനുഗ്രഹം നിലനിൽക്കയില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ടു മക്കളിൽ ദൈവാനുഗ്രഹം പ്രാപിച്ചവൻ യാക്കോബാണ്, അഥവാ ഇളയവനാണ്. മൂത്തവൻ ഇളയവൻ്റെ ദാസനാകുമെന്നാണ് ദൈവം അരുളി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ദാസൻ്റെ മക്കൾ അപ്പൻ്റെ മക്കളുടേതായ കുടുംബസ്വത്ത് ഏൽപ്പിച്ചു കൊടുത്താൽ ആ കുടുംബസ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ അമ്മ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ കയ്യിൽ കുടുംബസ്വത്ത് ഇരുന്നാൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്നുള്ള ആ ഒരൊറ്റ കാഴ്ചപ്പാടിലായിരിക്കാം ആ മാതാവ് പിതാവിൻ്റെ അനുഗ്രഹം ജ്യേഷ്ഠനെന്നും തട്ടിയെടുത്ത് തൻ്റെ ഇളയ മകന് കൊടുക്കുവാൻ കാരണമായി തീർന്നത്. അങ്ങനെ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ള ദൈവിക അരുളപ്പാട് ലഭിച്ച അമ്മ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്ന യാക്കോബിനെ തൻ്റെ അമ്മാവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ യാത്രാമധ്യേ സൂര്യൻ അസ്തമിച്ചു, അവൻ കിടന്നുറങ്ങി. അവിടെ ദൈവശബ്ദം കേൾക്കുകയാണ്. ദൈവവചനപ്രകാരം ഞാൻ പരിശോധിച്ചപ്പോൾ, പഠിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ സൂര്യൻ അസ്തമിക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യമല്ല അവൻ കടന്നു പോകുന്ന സമയം. എന്നാൽ അവിടെ സൂര്യൻ അസ്തമിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരം ഉണ്ട് എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. കാരണം ഹല്ലേലൂയ, സ്വന്തം പിതാവിൻ്റെ അനുഗ്രഹം തന്ത്രപരമായിട്ട് തട്ടിയെടുത്ത് ഇളയ മകന് കൊടുത്ത അമ്മ, ആ അമ്മയുടെ സഹോദരനാണ് ലാബാൻ. അപ്പൻ്റെ അനുഗ്രഹം തന്ത്രപരമായി തട്ടിയെടുക്കാൻ മടി കാണിക്കാത്ത അമ്മയുടെ സഹോദരനായിരിക്കുന്ന ലാബാൻ ഈ അമ്മയേക്കാൾ തന്ത്രശാലിയും വക്രതയും വഞ്ചനയും ചതിവും ഉള്ളവനായിരിക്കും എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. എന്നാൽ ചതിവ് പറ്റിയവനെ ചതിവ് പറ്റും എന്നുള്ളതായ മുന്നറിയിപ്പ് ദൈവത്തിന് അറിയാമെന്നുകൊണ്ട് അവിടെ ചെന്നാൽ എങ്ങനെ അവൻ അവിടെ പ്രതികരിക്കണം, എങ്ങനെ അവിടെ സഹകരിക്കണം, എങ്ങനെ അവിടെ ജീവിക്കണം എന്നുള്ള ദൈവികമായിരിക്കുന്ന ചില അരുളപ്പാടുകൾ അവന് നൽകേണ്ടതിന് വേണ്ടി സ്വർഗം സൂര്യൻ അസ്തമിപ്പിച്ചു അവനെ അവിടെ കിടത്തി ഉറക്കി. ഇന്ന് രാത്രി ഞാൻ ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ ഈ ദൂത് ഞാൻ കൈമാറുകയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവൻ ഏതെങ്കിലും വിധത്തിൽ തന്ത്രപരമായി കബളിപ്പിക്കപ്പെടുകയോ ചതിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പ്രശ്നത്തിലകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയോ ചെയ്യും എന്ന് ദൈവത്തിന് ചിന്ത വന്നാൽ നിശ്ചയമായും തക്കതായിരിക്കുന്ന മാർഗമൊരുക്കി നമ്മെ അതിൽ നിന്നും വിടുവിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാകുന്നു എന്ന് രാത്രികാലം ഈ വചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ യാക്കോബ് തൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ ചെന്ന് കയറിയാൽ പിന്നെ അവന് അവിടെ വിശ്രമിക്കാൻ ഇടം കിട്ടത്തില്ല. അല്പസമയം പോലും വിശ്രമമില്ലാതെ അവൻ ആ അമ്മാവൻ്റെ ജോലി വേലകൾ ചെയ്ത് ആ വീട്ടുവേലകൾ ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ദൈവം യാക്കോബിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ നടപ്പാകണമെങ്കിൽ അവനെ ദൈവത്തിൻ്റെ ഹിതത്തിന് കിട്ടുവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം, പ്രൈസ് ദി ലോർഡ്, സൂര്യൻ അസ്തമിപ്പിച്ച് അവിടെ കിടത്തി ഉറങ്ങി അവന് ചില ആലോചന കൊടുക്കുകയാണ്. എന്താണ് ആലോചന? ആകാശത്തിൽ എത്തുന്ന ഗോപണിയിൽ ദൂതന്മാർ കയറുകയും ചെയ്യുമ്പോൾ ആ ഗോപണിയുടെ തലയ്ക്കൽ യഹോവ നിൽക്കുകയാണ്. യഹോവ നിന്ന് യാക്കോബിനോട് സംസാരിക്കുക, എൻ്റെ ദാസനായ യാക്കോബേ, നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ യഹോവയാണ് ഞാൻ. നീ കിടക്കുന്ന ഈ ഭൂമി ഞാൻ നിനക്ക് അവകാശമായി തരും. നിൻ്റെ സന്തതി ഞാൻ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും പരക്കുമാറാക്കും. നീ മുഖാന്തരം നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് തുടങ്ങിയതായിരിക്കുന്ന അനുഗ്രഹ വാഗ്ദത്തങ്ങൾ യാക്കോബിനോട് ദൈവം അരുളി ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതൽ വേദഭാഗം നാം വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നു. അങ്ങനെ ദൈവം അരുളപ്പാട് കൊടുത്ത് തീരുമ്പോൾ അവിടെ ആ വാക്യത്തിൽ പറയുന്നൊരു ഭാഗമാണ്, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളും ആലോചനകളും ദൈവത്തിൻ്റെതായ സന്ദേശവും കേട്ടത് യാക്കോബ് ഉറങ്ങിക്കിടക്കുന്ന ഉറക്കത്തിൽ സ്വപ്നത്തിലൂടെയാണ് അത് കേൾക്കുന്നത്, അത് കാണുന്നത്. എന്നാൽ ഉറക്കമുണർന്നപ്പോൾ അവന് മനസ്സിലായി ഇത്
സ്വർഗത്തിൻ്റെ വാതിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവനവിടെ ആ കല്ലെടുത്ത് നാട്ടി അതിൽ എണ്ണ ഒഴിച്ച് അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ട് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, യാക്കോബിനോട് ദൈവം കൊടുക്കുന്ന ആ അരുളപ്പാടുകൾ അനുഗ്രഹത്തിൻ്റെതായിരിക്കുന്ന ചില ആലോചനകളാണ്. ഒന്ന്, നിൻ്റെ പിതാവായ അബ്രഹാമിനെ സകലിയ ദൈവമായ യഹോവയാണ് ഞാൻ. ഒന്നാമത്, നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്ക് അവകാശമായി തരും. നിന്റെ സന്തതിയെ ഞാൻ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പരക്കുമാറാക്കും. നീ മുഖാന്തരം സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതി അനുഗ്രഹിക്കപ്പെടും എന്ന് തുടങ്ങിയതായിരിക്കുന്ന ആലോചന അവന് കൊടുക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന അരുളപ്പാട് ആലോചന, ആമേൻ, വിവാഹം കഴിച്ചിട്ടില്ലാത്ത, വിവാഹത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ലാത്ത, വിവാഹത്തിന് പ്രായമാകാത്ത ഒരു വ്യക്തിയോടാണെന്ന് ചിന്തിക്കണം ദൈവം ഭാവി തലമുറയുടെ അനുഗ്രഹത്തെക്കുറിച്ച് വാഗ്ദാനം ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രികാലം നമ്മെ സ്വർഗത്തിലെ ദൈവം കണ്ടു വിളിച്ച് വേർതിരിച്ചെങ്കിൽ നമുക്ക് മാത്രമല്ല, നമ്മോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വരുവാനിരിക്കുന്ന തലമുറയ്ക്കും കൂടിയുടെ അനുഗ്രഹം നമ്മളോട് തന്ന് നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മെ മാനിക്കാൻ നമ്മുടെ ദൈവം ശക്തനാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ആമേൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയ യാക്കോബ് ഉറക്കമുണർന്നു ആ കല്ലെടുത്ത് വെച്ച കല്ലെടുത്ത് നാട്ടിയ എണ്ണയൊഴിച്ച് ആരാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യാക്കോബിന് ലഭിച്ച ഒന്നാമത്തെ അനുഗ്രഹം, ഹല്ലേലൂയ, ഭാവി തലമുറയ്ക്കൂടി വരാനിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളെ ഒരു പ്രവാചകനിലൂടെയോ ഒരു ഹല്ലേലൂയ വചനാശരീരിയിലൊന്നും ദൈവം നേരിട്ട് സംസാരിച്ചുകൊണ്ട് യാക്കോബിന് ആലോചന കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ നേരിട്ടുള്ള അനുഗ്രഹ വാഗ്ദാനം ലഭിച്ച വ്യക്തിയത്രേ യാക്കോബ്. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയൻ, ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കും ദൈവം തന്നിരിക്കുന്ന ആലോചന പ്രകാരം ദൈവസന്നിധിയിൽ നാം കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മടയിപ്പാൻ ദൈവം നമുക്ക് തരുന്ന അല്ലെങ്കിൽ എല്ലാവിധമായിരിക്കുന്ന ആലോചനകളും അരുളപ്പാടുകളും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്കൊരുങ്ങാം. ദൈവവചനം പറയുന്നു, തൻ്റെ പ്രിയനോ അവനെ ഉറക്കത്തിൽ കൊടുക്കും. നമുക്ക് ഉറക്കത്തിൽ മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും ദൈവം തരുന്ന ഈ ഒരേ ഒരു അനുഗ്രഹം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ നന്മയായി ഭാവിക്കുവാൻ. ആകയാൽ ഹല്ലേലൂയ, ഭൂമിയിൽ നാം പാർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലമുറകളെക്കുറിച്ചുള്ളതായ ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു വാഗ്ദാനം ദൈവം നേരിട്ട് നമുക്ക് തരുന്നെങ്കിൽ അതിനുള്ള ശ്രേഷ്ഠതയുള്ള മനുഷ്യരാരുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ദൈവത്തിന് വചനം ചിന്തിക്കുമ്പോൾ രണ്ടാമതായി ദൈവം തൻ്റെ ഭക്തന്മാർക്കായി നൽകുന്നതായിരിക്കുന്ന തൻ്റെ പ്രിയനോ അവന് ഉറക്കത്തിൽ കൊടുക്കും എന്ന അടുത്ത അനുഗ്രഹം ഭൗതിക നന്മ അല്ലെങ്കിൽ ഉപജീവനമാണ്. ഇന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവഭക്തന്മാർ കർത്താവിനെ ആരാധിക്കുവാൻ വീടും എല്ലാം വിട്ടിറങ്ങി കർത്താവിനെ ആരാധിക്കുമ്പോൾ ആ ആരാധനാ മധ്യത്തിൽ മറ്റുള്ളവർ കാണുമ്പോൾ പറയും, സകലവും വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങളെങ്ങനെ ജീവിക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങളെങ്ങനെ ജീവിക്കുമെന്ന് ഈ ചോദ്യത്തിന് മറുപടിയായി ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ ചില ചിന്തകൾ പറയുകയാണ്. ഹല്ലേലൂയ. മാനുഷിക ദൃഷ്ടിയിൽ ഒരു ദൈവഭക്തന് ജീവിക്കുവാൻ സാമ്പത്തികമായി ഒന്നുമില്ലായിരിക്കാം. കർത്താവിനാൽ വിളിക്കപ്പെട്ട് ദൈവത്താൽ അയക്കപ്പെട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ഭക്തൻ വേല ചെയ്യുമ്പോൾ അവന് ഉപജീവനത്തിന് മറ്റു മാർഗങ്ങളൊന്നും കണ്ടില്ലെന്ന് വരാം. എങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമുക്ക് ഭൗതികമായ ഭക്ഷണവും ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങളും നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിൻ്റെ അഭിഷക്തനായിരിക്കുന്ന ഏലിയാവ് അതിശക്തമായിരിക്കുന്ന ശുശ്രൂഷ ചെയ്തവനാണ്. 450 കള്ളപ്രവാചകന്മാർ, ഇസ്രായേലിൻ്റെ മേശയെങ്കിൽ ഭക്ഷിക്കുന്ന കള്ളപ്രവാചകന്മാരെ എല്ലാം നിഗ്രഹിച്ച് സത്യദൈവത്തിൻ്റെ ആരാധന വ്യക്തമായി കർമ്മേൽ പർവ്വതത്തിൽ വെളിപ്പെടുത്തി കൊടുത്ത അഭിഷക്തനായിരിക്കുന്ന ഏലിയാവ് പ്രവാചകന്മാരെ കൊന്ന വർത്തമാനം കേട്ട ഇസ്രായേലിൻ്റെ ഒരു ഭീഷണി വാക്ക് കേട്ടുകൊണ്ട്, ഇപ്പോൾ മതി കർത്താവേ, എൻ്റെ പ്രാണനെ അങ്ങ് വിളിച്ചുകൊള്ളണമെന്ന് പറയും ചൂരച്ചെടിയുടെ നിഴലിൽ കിടന്ന് മരിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അവന് കൊടുത്തതായിരിക്കുന്ന ഒരാലോചന തൻ്റെ ദൂതനെ വിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം?
അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞവൻ എഴുന്നേൽപ്പിക്കുന്നു. അവൻ എഴുന്നേറ്റ് ഉറക്കത്തിൽ തന്നെ ദൂതൻ കൊടുത്ത ഭക്ഷണം കഴിച്ച് വീണ്ടും കിടന്നുറങ്ങി. വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് പറയുന്നു, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്, എഴുന്നേറ്റ് തിന്നുക. ഹല്ലേലൂയ. യാത്രയ്ക്ക് ആവശ്യമായ ആരോഗ്യം വേണമെന്ന് മനസ്സിലാക്കിയ ദൈവം തൻ്റെ ദൂതൻ്റെ പക്കൽ ഭക്ഷണം കൊടുത്തു വിട്ട്, ഹല്ലേലൂയ, തൻ്റെ ദാസനെ പോറ്റുകയാണ്. ഉറക്കത്തിൽ കിടക്കുന്ന ഏലി അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അവനെ ബലപ്പെടുത്തിയതിന് ശേഷം പറയാം, നിനക്ക് ഇനിയും ദൂരയാത്രയുണ്ടെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, ദൈവമക്കളെ, സ്വർഗം നമ്മെ വിളിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ യാത്രയ്ക്ക് മുമ്പിൽ എന്ത് തടസ്സം വന്നാലും എന്ത് പ്രതികൂലം വന്നാലും, ആമേൻ, ശാരീരികമായി ക്ലേശം അനുഭവിക്കേണ്ടി വന്നാലും, സ്വർഗത്തിലെ ദൈവം താനിട്ടിരിക്കുന്നതായിരിക്കുന്ന സമയം വരെയും നമ്മെ ഓടിക്കുവാൻ, നമ്മെ നടത്തുവാൻ, നമ്മെ പരിപാലിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാകുന്നുവെന്ന് ഇന്ന് ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഹല്ലേലൂയ വചനത്തിലൂടെ അറിയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഉറക്കത്തിൽ കിടന്ന ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിച്ച് അവന് വേണ്ട ഭക്ഷണം കൊടുത്ത് നിനക്ക് ദൂരയാത്രയുണ്ടെന്നാണ് പറഞ്ഞത്. ഈ നാളിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം, ഹല്ലേലൂയ, ഭൗതിക നന്മയുടെ പേരിൽ, ഭൗതിക ഭക്ഷണപാനങ്ങളുടെ പേരിൽ നമുക്ക് ദൈവം നമ്മെ ശുശ്രൂഷ ഇട്ടുതല്ലി, ദൈവം നമ്മെ ശുശ്രൂഷ തയ്ക്കാതെ ആമേൻ പിന്തിരിഞ്ഞു പോകാൻ ആരെയും ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അല്പ കഷ്ടത വന്നാലും പ്രയാസങ്ങൾ വന്നാലും പ്രതികൂലം വന്നാലും ഭൗതികമായിരിക്കുന്ന ഭക്ഷണം തൻ്റെ ദാസന്മാരുടെ, തൻ്റെ ദൂതന്മാരുടെ പക്കൽ കൊടുത്തു വിട്ട് നമ്മെ ഭോഷിപ്പിച്ചു വീണ്ടും നമ്മെക്കുറിച്ച് ശുശ്രൂഷ നിവർത്തിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രി നമുക്കായി ജീവിക്കുന്നു. ആകയാൽ തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ഏലിയാവ് ഉറക്കമുണർന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ദൂതം കൊടുത്ത് ഭക്ഷണം കഴിച്ചപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ഉറക്കത്തിലാണ് ഈ കഴിക്കുന്നത്. ദൈവം അവൻ ഉറക്കത്തിൽ കൊടുത്ത ഭക്ഷണം കഴിച്ചു. അപ്പോൾ പറയുന്നു, ദൂരയാത്രയുണ്ട്. അവൻ ദൈവദൂത് ഏറ്റെടുത്തുകൊണ്ട് ആ ദൂതൻ കൊടുത്ത ആഹാരത്തിൻ്റെ ബലത്തോടെ ഹോറോബോളും അവൻ ഓടുവാൻ ഇടയായിത്തീർന്നു. അവൻ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ ഓടുവാൻ ദൈവം അവന് ശക്തി നൽകി. ദൈവം ഒരുക്കിയ പദവിയിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ, ആമേൻ, ദൈവത്താൽ അയക്കപ്പെടുന്ന മേഖലകളിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവമേ ശക്തീകരിക്കുവാൻ ദൈവശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ ഈ ദൈവകൃപയെ നാം നിൽക്കുന്ന നിശ്ചയമായും നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ നമ്മുടെ ദൈവശക്തനാണ്. മൂന്നാമതായി ദൈവത്തിന് വചനം ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാസനായിരുന്ന പത്രോസ് യാക്കോബിനെ കൊന്നുകളഞ്ഞു ഹേരോദാവ്. എന്നാൽ പത്രോസിനെ കൈനീട്ടി പിടിച്ച് കൊല്ലുവാൻ ആഗ്രഹിച്ചെങ്കിലും പെസഹയ്ക്ക് ആയിരിക്കാൻ അവനെ കൊല്ലാതെ ആമത്തിലിട്ട് പൂട്ടി 4 ചേവകളുടെ 4 കൂട്ടത്തിൻ്റെ നടുവിൽ കാരാഗ്രഹത്തിന് ഉള്ളവരെ അടച്ചിട്ടിരിക്കുക. എന്നാൽ അടുത്ത പ്രഭാതത്തിൽ കൊല്ലുമെന്നുള്ള വർത്തമാനം കേട്ടിട്ടും വാർത്ത അറിഞ്ഞിട്ടും യാതൊരു ഭയവും കൂടാതെ കിടന്നുറങ്ങുന്ന പത്രോസിനെ നമുക്ക് കാണാൻ പറ്റുന്നു. അങ്ങനെ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ സ്വസ്ഥമായി ഉറങ്ങുന്ന പത്രോസിൻ്റെ അടുക്കൽ ദൂതൻ ഇറങ്ങിച്ചെന്നവൻ്റെ വിലാപ്പുറം തട്ടി എഴുന്നേൽപ്പിച്ച്, നിന്റെ പുതപ്പ് പുതച്ച് കാലി ചേരിപ്പിട്ട് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി. പുറത്ത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ജനത്തിൻ്റെ അടുക്കൽ കൊണ്ട് പത്രോസിനെ വിട്ടിട്ട് ദൂതൻ പോകുന്നു. നേർവീതി എന്ന സ്ഥലത്ത് വരെയും പത്രോസിനെ കൊണ്ട് 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിൻ്റെ പുറത്തുള്ള ഇരുമ്പ് വാതിലും കടന്നു നേർവീതി എന്ന് പറയുന്ന സ്ഥലത്ത് സഭാജനങ്ങളും സഭ മൊത്തമായും ചേർന്നിരുന്നു കൂട്ടത്തോടെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്ഥലത്തിനടുത്ത് വരെ കൊണ്ടെത്തി ദൂതൻ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, പത്രോസ് വിചാരിച്ചില്ല ഞാനിങ്ങനെ കാരാഗ്രഹത്തിലുള്ളവരിൽ കിടന്ന് നശിച്ചു പോകുമെന്ന് പത്രോസ് ചിന്തിച്ചില്ല. പത്രോസിന് ഒരു വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചു, അവനെൻ്റെ ഉപനിധിയാണ്, അവൻ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണെന്നുള്ള ഉറപ്പ് പത്രോസിനുള്ളതുകൊണ്ട് പത്രോസ് ആ കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങി. അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന യാക്കോബിനെ അതിന് മുമ്പേ വാൾ കൊണ്ട് കൊന്നു. ഇപ്പോൾ കാരാഗ്രഹത്തിലായ പത്രോസിനോട് പ്രാർത്ഥിക്കാൻ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭയുടെ ശ്രദ്ധയോടെ പ്രാർത്ഥന കേട്ട ദൈവം കാരാഗ്രഹത്തിൽ ഉറങ്ങിക്കിടന്ന പത്രോസിനെ 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിന് പുറത്തുള്ള ഇരുമ്പ് വാതിലും കടത്തി നേർവിധ സ്ഥലത്ത് കൊണ്ടപ്പോൾ ദൂതൻ അവനെ വിട്ടുമാറി. അപ്പോൾ അവന് സുബോധം വന്നത് വായിക്കുന്നു. അഥവാ അവൻ കാരാഗ്രഹത്തിൽ ഉറങ്ങിയ പത്രോസ് ദൂതൻ്റെ പിന്നാലെ പോകുമ്പോൾ
നേർവീതിക്ക് എത്തുന്നവരെയും അവൻ സുബോധമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലായിരുന്നു. അവൻ ഉറക്കത്തിലാണ് ദൂതൻ്റെ പിന്നാലെ പോയത്. എന്നാൽ വിടുതലിൻ്റെ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ, ദൂതൻ പോയി കഴിഞ്ഞപ്പോൾ ഉറക്കമുണർന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, നാം ഏത് പ്രതിസന്ധിയിലായാലും, ഏത് പ്രതികൂലത്തിലായാലും, ഏത് പ്രശ്നത്തിൽ നിന്നാലും സ്വർഗത്തിലെ ദൈവം സ്വാതന്ത്ര്യമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന് കഴിയും. അഥവാ വിടുതൽ എന്നുള്ളത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഉറക്കത്തിലായിരിക്കാം ദൈവം നമ്മെ വിടുവിക്കുന്നത്. ഒരു ഉപവാസ പ്രാർത്ഥനയോ ഒരു ഓൾ നൈറ്റ് പ്രയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമ്മൾ പ്രത്യേകം അനുഭവിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങൾ കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ആ പ്രാർത്ഥനയ്ക്ക് ഒരു പക്ഷേ മറുപടി തത്സമയം ഇല്ല എന്നിരിക്കാം. എന്നാൽ ഒരു പക്ഷേ മറുപടി ലഭിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് നാം ഉറക്കത്തിലായിരിക്കും സ്വർഗത്തിലെ ദൂതൻ സന്ദർശിച്ച് നമ്മെ വിടുവിക്കുന്നത്. ഇതാ കാരാഗൃഹത്തിലുടലിൽ കിടക്കുന്ന പത്രോസിനെ ദൂതൻ ഇറങ്ങി വന്ന് തട്ടി എഴുന്നേൽപ്പിച്ചു. അവൻ്റെ പിന്നാലെ നടത്തി നേർവീതി എന്ന സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ട് ദൂതൻ പോകുമ്പോൾ അവിടെ വെച്ചാണ് അവന് സുബോധം വന്നത്. അവൻ ദൂതൻ്റെ പിന്നാലെ ഉറക്കത്തോടെ തന്നെയാണ് പോയത്. അങ്ങനെയെങ്കിൽ തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ഒന്നാമതായിട്ട് ദൈവിക അനുഗ്രഹ വാഗ്ദത്തവും, രണ്ടാമതായിട്ട് ഭൗതിക നന്മ അഥവാ ഉപജീവന മാർഗം, മൂന്നാമതായിട്ട് ഏത് പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കാൻ അധികാരമുള്ള കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം. അതും ഒരു പക്ഷേ ഉറക്കത്തിലായിരിക്കാം ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ആ ഉറക്കത്തിൽ ലഭിക്കുന്ന ദൈവിക നന്മ പ്രാപിച്ചെടുത്ത് ദൈവരാജ്യാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സ്വർഗത്തിൽ ദൈവം തൻ്റെ ആത്മാവിൽ നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ സന്ദേശത്തിൽ നിർത്തുന്നു. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.